she's looking for the... No, it's like... See this guy. There's no secret one. Maybe they're annoyed. Hello guys. It's a green now. Biryani khalo. വണ്ടി ഓടിച്ചിട്ട് ബാക്കി പറയാം. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നിങ്ങൾ കണ്ട പോലെ ഞാൻ വാക്സിനേഷന് കൊണ്ടുപോയി. നല്ല ഓഫർ ഉണ്ടായിരുന്നു, അപ്പം തക്കം നോക്കി ഞാൻ കൊണ്ടുപോയി. ഇനിയിപ്പം ഞാൻ എൻ്റെ ചേട്ടൻ്റെ ചേച്ചീൻ്റെ വീട്ടിൽ പോകാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഹായ് റോക്കി. റോക്കി സോ Rocky no. Rocky. നീ അവനെ പിടിക്കേ. Sit and meet him one. കൊടുക്കുന്ന സന്തോഷാണല്ലോ. റോക്കി അറിയാൻ. അയ്യോ ഇതിനി പണിയായി. Rocky. ഹൈ ഫൈ. He went to see what. Okay. Trying to get to instead it's an അങ്ങനെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും റോക്കിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് റോക്കിനെ ഒരു ഈവനിങ് വാക്കിനൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. Bye. Rocky bye. Okay, Rocky. She has ടാറ്റാ. അന്ന് ഇവിടെ മഴ പെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ്. ഇവിടെ ഈ റോഡ് ഫുൾ വെള്ളമാണ്. ഇതുവരെ ഡ്രെയിൻ ഔട്ട് ആയിട്ടില്ല. ഇവിടെ ഫുൾ വെള്ളം. ഇത് ജബലലി ഹിൽസ് ആണ്. ഇവിടെ അവിടെയൊക്കെ വെള്ളമാണ്. ഇതാ ഈ അപ്പുറത്തെ സൈഡിൽ വെള്ളം. ഹലോ ഗായ്സ്, അപ്പം നമ്മളിപ്പം അൽ കവാനിജ് ലാസ്റ്റ് എക്സിറ്റിൽ വന്നേക്കാണ്. ഇവിടെ നല്ല രസമാണ്. ആക്ച്വലി ഞാൻ രാവിലെ ഇറങ്ങാം, പക്ഷെ ഭയങ്കര ചൂടാണ് ഇവിടെ. അപ്പോൾ എനിക്ക് ചൂടത്ത് ഇറങ്ങാൻ പറ്റത്തില്ല. അത് തന്നെയല്ല, രാത്രി ആകുമ്പോഴാണ് ഇവിടുത്തെ ലൈറ്റൊക്കെ സെറ്റപ്പ് ആവണത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നല്ല ഏരിയ എന്നാൽ നടക്കാനും കുറച്ച് നേരം എന്താ പറയുക, വെറുതെ ഇങ്ങനെ ടൈമൊക്കെ പാസ് ചെയ്യാൻ നല്ലൊരു ഏരിയ ആണ്. സോ സ്ഥലത്തിൻ്റെ പേരാണ് ലാസ്റ്റ് എക്സിറ്റ് അൽ കവാനിജ്. ഇതുപോലത്തെ കൊച്ചു കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. ഇതാണ് പ്രോമിസ് ബ്രിഡ്ജ്. ഇവിടെ കണ്ടോ, ഓരോരുത്തർ ഇങ്ങനെ ലോക്കറ്റ് ഇട്ടിട്ടുണ്ട്, അവരുടെ പേര് എഴുതിയിട്ട്. ഇറ്റ്സ് ലൈക്ക് ഒരു പ്രോമിസ് ചെയ്ത് ഇവർ ലോക്ക് ഇടുവാണ്. നടക്കില്ലെന്ന് ആർക്കറിയാം.
ഇവിടെ ഈ ലോക്സ് ഇട്ടേക്കുന്ന എല്ലാം ആൾക്കാർ വന്ന് ഇട്ടേക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് മേടിക്കാമെന്ന്, അല്ലെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഇടാം. ചിലതൊക്കെ നന്നായിട്ട് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. എത്ര വർഷം മുന്നേ ഇവിടെ ഇട്ട് വെച്ചതാന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല രസമുണ്ട് ഈ ബ്രിഡ്ജ് കാണാൻ. സത്യം പറഞ്ഞ ഏരിയ തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല വൈബാണ് ഇവിടെ. ശരിക്കും തണുപ്പ് കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ നേരം ഇവിടെ ചില്ല് ചെയ്യാം. കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. തൽക്കാലം ഞാൻ അവിടെ പോയി കഴിക്കുന്നില്ല. പക്ഷേ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇവിടെ. ലൈക്ക് ഡൈനിങ് ചെയ്ത്, കുറച്ച് ഫാൻസി റെസ്റ്റോറൻറ്റ്സ് ആണ്. ഡൈനിങ് ചെയ്ത് കഴിക്കാൻ പറ്റും. സോ നമ്മളിപ്പം മാഡ്നസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ പോയി നോക്കാൻ പോവാണ്. ഗൈസ് അവിടെ നല്ലല്ല, അത്യാവശ്യം. ആക്ച്വലി ഈ ഫുൾ ഏരിയ ഫുൾ ഇങ്ങനെ ആരബ്സ് ഒക്കെ വരുന്ന ഏരിയ ആണ്. അപ്പം അതുപോലത്തെ ടൈപ്പ് ഓഫ് ഫുഡാണ്. പിന്നെ നല്ല കത്തിയാണ്. അപ്പം വെറുതെ നമ്മൾ എന്തിനാണ് അല്ലേ? സോ വെറുതെ ഇങ്ങനെ നടന്നിട്ട് നമ്മളെ കൊണ്ട് ഒതുങ്ങാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് പോവാം. ഇവിടുത്തെ വാഷ്റൂമാണ്. ചവിട്ടിയാൽ വെള്ളം വരും. ഇവിടെ വേറെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഫുഡ് ട്രക്സ് ഉണ്ട്. അപ്പം ഇതൊരു ഫുഡ് പ്ലേസും കൂടിയാണ്. വിഷിംഗ് വെൽ, ഇത് കണ്ടോ? വിഷിംഗ് വെൽ. ഇതിനകത്ത് ഞാൻ നോക്കിയപ്പം കുറേ കോയിൻസ് ഇരിക്കുന്നു. എനിക്ക് തോന്നുന്നു അവർ വിഷ് ചെയ്തിട്ട് ഇങ്ങനെ ഇടുന്നയാ, വന്ദനമോ ലൈക്ക് അവർക്ക് ഇഷ്ടമുള്ള പൈസ അവർ ഇടുന്നതാണ്. വിഷിംഗ് വെൽ. ഓക്കെ ഗായ്സ്, അപ്പം ഞാൻ എൻ്റെ വ്ളോഗ് നിർത്താണ്. സോ ഇവിടെ നല്ല വൈബാണ്. പക്ഷേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ മെനു നോക്കിയപ്പോൾ നല്ല കത്തിയായിരുന്നു. അതുകൊണ്ട് എനിക്കറിയില്ല. ഞാൻ ഫുഡ് ട്രക്സ് പക്ഷെ നോക്കിയിട്ടില്ല. ഫുഡ് ട്രക്സ് കുറച്ചുകൂടെ ലെസ് എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷെ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കഴിക്കാൻ കുറച്ച് പാടുപെടും. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Bye bye.